ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരിപ്പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിന് തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് രേവതി സച്ചി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രീകാന്തും വർഷയും അങ്ങോട്ടേക്ക് വരുന്നത്. വേഗം തന്നെ വർഷ പറയുന്നുണ്ട്, ഇതെന്താ ആക്സിഡന്റ് ഹണിമൂണോ എന്ന് ചോദിച്ച് കളിയാക്കുന്ന നേരത്ത് സച്ചി രേവതി ഒന്ന് ചമ്മന്നിട്ടോ. എന്നിരുന്നാലും രേവതി പറയുകയാണ്, അതെ ഞങ്ങളൊന്ന് സ്നേഹിച്ച് വരുന്നവരെ നിങ്ങൾക്ക് പിടിക്കുന്നില്ലേ, നിങ്ങൾക്ക് അസൂയാണോ എന്നൊക്കെ ഇങ്ങനെ തമാശ രൂപേണ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ വർഷ പറയുന്നത്, എനിക്ക് ചേച്ചിയുടെ കൂടെ ഇരിക്കണമെന്നും സംസാരിക്കണമെന്നും ചേച്ചിനെ ഒരു ദിവസം കാര്യങ്ങളെല്ലാം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ അത്യാവശ്യമായിട്ട് ഡബ്ബിങ്ങിന് ചെല്ലണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് സാറ് വിളിച്ചു ഒഴിവാക്കാൻ പറ്റുന്നൊരു കേസല്ല എന്നൊക്കെ പറഞ്ഞ് വർഷ പറയുന്ന സമയത്ത് സച്ചിയെ അടുക്കളയിൽ സഹായിക്കണമെന്നും ബാക്കിയുള്ള പണികൾക്കെല്ലാം നിൽക്കണമെന്നൊക്കെ തനിക്കും ആഗ്രഹമുണ്ടെന്നുള്ള രീതിക്ക് ശ്രീകാന്ത് സംസാരിക്കുമ്പോഴത്തേക്കും, നിങ്ങൾ രണ്ടുപേരും ജോലിക്ക് വെക്കോ, രേവതിയുടെ കാര്യങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ കൃത്യമായി തന്നെ ചെയ്തോളാം, നിങ്ങൾക്ക് യാതൊരു ടെൻഷനും വേണ്ട എന്നൊക്കെ പറയാണ്. പെട്ടെന്ന് തന്നെ വർഷ പറയുന്നുണ്ട്, എന്നാൽ സച്ചേട്ടൻ നമുക്കൊരു കാര്യം ചെയ്യാൻ, രേവതി ചേച്ചിക്ക് ഒരു വീൽ ചെയർ മേടിച്ചു കൊടുത്താലോ, വീൽ ചെയർ മേടിച്ചു കൊടുത്ത രേവതി ചേച്ചിക്കും ചെറിയൊരു ആശ്വാസമാവും, പുറത്തേക്കൊക്കെ ഒന്ന് പതുക്കെ ഇറങ്ങും, പ്രകൃതിയിലെ കാഴ്ചകളെ കാണുന്ന സമയത്ത് ചെറിയൊരു റിലാക്സ് കിട്ടുമെന്നൊക്കെ വർഷ പറയുമ്പോൾ ശ്രീകാന്തും അത് ശരിയാണെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്കും സച്ചിക്കും അത് നല്ലൊരു തീരുമാനമാണെന്ന് തോന്നുന്നത്. ഞാൻ ഇങ്ങനെ ഒരു കാര്യം എൻ്റെ മനസ്സിൽ തോന്നിയില്ല, ഞാൻ എന്തായാലും വേഗം തന്നെ ഒരു വീൽ ചെയറിനുള്ള സംവിധാനങ്ങൾ ചെയ്യാമെന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ ഇവർ സംസാരിച്ചതിന് ശേഷം പോകാനൊരുങ്ങുന്ന സമയത്ത് വർഷം തിരിഞ്ഞു നിന്നിട്ട് പറയുന്നത്, സച്ചേട്ടൻ പണത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാൻ മറക്കരുതെന്ന് പറയുമ്പോഴത്തേക്കും സച്ചിക്ക് ഭയങ്കരമായിട്ട് തന്നെ ഒരു സങ്കടമുണ്ട്. കാരണം ഇത്രയും നാൾക്കകം ഇടയ്ക്ക് ആരും തന്നെ തന്നോട് ഇങ്ങനെ ഒരു കാര്യം പോലും ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വർഷയുടെ അടുത്ത് വന്നിട്ട് പറയുന്നത്, വർഷം എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാൻ തോന്നിയില്ല, അതെനിക്ക് വളരെ സന്തോഷമുണ്ട്, എന്തായാലും എനിക്കിപ്പോൾ പണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾ ജോലിക്ക് പോയിക്കോളാൻ പറഞ്ഞുകൊണ്ട് അവരവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. അതിനുശേഷം സച്ചി തിരികെ രേവതിയുടെ അടുത്ത് വന്നിരുന്നിട്ട് ഇങ്ങനെ കാര്യങ്ങൾ സംസാരിക്കുന്ന കൂടി തന്നെ പറയുന്നുണ്ട്, എനിക്ക് എന്തായാലും നിന്ന് പുറത്തു വരെ പോകണം, നിന്നിങ്ങനെ ആക്സിഡന്റിൽ ഇങ്ങനെ കടത്തി ആരാണെന്ന് നീ കണ്ടുപിടിച്ചേ മതിയാവുള്ളൂ, പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി നൽകിയിട്ട് ഞാൻ വരാമെന്നും പറഞ്ഞുകൊണ്ട് സച്ചി പുറത്തേക്ക് പോകാനുണ്ട്. അതിനുശേഷം രവിയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, അച്ഛൻ എനിക്കൊന്ന് പുറത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ടെന്ന് പറയുമ്പം എന്താണ് കാര്യം എന്ന് ചോദിക്കുകയാണ്. വേറൊന്നുമല്ല അച്ഛൻ, രേവതിനെ ഇങ്ങനെ ആക്സിഡന്റ് ഉണ്ടാക്കിയ കാര്യം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി നൽകേണ്ടതുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് താൻ പോകുന്നതെന്ന് സച്ചി പറയുമ്പോഴത്തേക്കും, എന്തായാലും അച്ഛൻ്റെ വാക്ക് നീ കേട്ടല്ലോ, അച്ഛൻ പറഞ്ഞ പോലെ തന്നെ അനുസരിച്ചല്ലോ, നീയായിട്ട് അന്വേഷിക്കണമെന്ന് ചൊല്ലുന്നുണ്ട്, പോലീസുകാർ തന്നെ അന്വേഷിച്ച് കണ്ടെത്തിക്കോളുമെന്ന് രവി പറയുന്നുണ്ട്. അതിനുശേഷം സച്ചി പോകാനിരുന്ന സമയത്ത് തിരികെ ഒന്നുകൂടി വന്നിട്ട് പറയുന്നത്, അച്ഛൻ രേവതിയുടെ കാര്യങ്ങൾ മറ്റൊന്നും വേണ്ട, രേവതി കൃത്യമായിട്ട് മരുന്നും വെള്ളവും മാത്രം കൊടുത്താൽ മതി, ഇന്ന സമയത്ത് ഇന്ന മരുന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരത്ത് രവി പറയുന്നത്, നീ പേടിക്കേണ്ട, രേവതിയുടെ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ കൃത്യമായി തന്നെ ചെയ്തോളാം എന്ന് പറയുന്നുണ്ടെങ്കിലും സച്ചി ഒന്നുകൂടി രേവതിയുടെ മരുന്നിനെ പറ്റി ഇങ്ങനെ ഓർപ്പെടുത്തറിയുന്ന സമയത്ത് രവി പറയുന്നുണ്ട്, നീ ഒന്ന് പൊയ്ക്കേ, നിന്റെ ഭാര്യ എന്നതിൽ ഉപരി അവളെൻ്റെ മോളാണ്, അവളുടെ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ കൃത്യമായി തന്നെ ചെയ്തോളാം, എനിക്ക് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ അറിയാമെന്നും പറഞ്ഞുകൊണ്ട് തന്നെ സച്ചിനെ അവിടുന്ന് പറഞ്ഞു വിടുകയാണ്. മറ്റൊരു കാര്യം ഞാൻ പറയാൻ മറന്നു പോയിട്ട്, അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ സച്ചി പുറത്തേക്ക് പോകാൻ നിൽക്കുന്നതിനിടയിൽ നീലിമ സച്ചിനെ വിളിക്കുന്നുണ്ട്, അത്യാവശ്യമായിട്ട് ഓട്ടം പോകാനുണ്ട്, പുറത്തേക്ക് പോകാമോ എന്ന് ചോദിക്കുന്ന സമയത്ത് താൻ ഓട്ടം ഒന്നും പോകുന്നില്ല, പക്ഷേ അത്യാവശ്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട ഒരു കാര്യമുണ്ട്, ഒരു കാര്യം ചെയ്യാൻ മേഡത്തിന് ഞാൻ ആക്കിയതിന് ശേഷം താൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിക്കോളാമെന്ന് പറയുമ്പോഴത്തേക്ക് നീലിമ അത് സമ്മതിക്കണം. അതിന് ശേഷമാണ് രവിയുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറയുന്നതും സച്ചി പുറത്തേക്ക് പോകുന്നതും ഒക്കെ കേട്ടോ. പിന്നീട് കാണിക്കാൻ നീലിമയും കൂട്ടിക്കൊണ്ട് സച്ചി യാത്ര ചെയ്യുന്നതിനിടയിൽ രേവതിയെക്കുറിച്ചൊക്കെ ഇങ്ങനെ നീലിമ ചോദിച്ചറിയുന്നുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരെ സ്നേഹം കാണുമ്പോഴത്തേക്കും തനിക്കും ചെറിയൊരു അസൂയ തോന്നുന്നുണ്ട് എന്ന രീതിക്കൊക്കെ നീലിമ സംസാരിക്കുക കേട്ടോ. അതിനുശേഷം സച്ചിയോട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് പോലീസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത്, രേവതിയെ വണ്ടി അടിച്ചിട്ട് പോയവരെ കണ്ടുപിടിക്കേണ്ട അത്യാവശ്യമാണെന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. അങ്ങനെ ഇവർ സംസാരിക്കുന്നതിനിടയിൽ സച്ചി ചോദിക്കുന്നുണ്ട്, മേഡത്തിന് എന്തൊരു കാര്യം എന്നോട് പറയണമെന്ന് പറഞ്ഞായിരുന്നു, നേരിൽ കാണുമ്പോൾ പറയാമെന്നല്ലേ പറഞ്ഞത്, എന്താണെന്ന് തുറന്നു പറയുമ്പോഴത്തേക്ക് നീലിമ പറയുന്നുണ്ട്, അത് ഞാൻ പിന്നീട് പറയാം സച്ചി, ഇപ്പൊ സമയമായിട്ടില്ല എന്ന് പറയുകയാണ്. അതിനുശേഷം നീലിമ ഇവര് ഓരോ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് സച്ചി അച്ഛനിൽ നിന്ന് അമ്മയിൽ നിന്ന് അകന്ന് അച്ഛമ്മയുടെ കൂടെ നിൽക്കേണ്ടി വന്നു എന്നൊരു ചോദ്യം, അതെന്താണെന്ന് തനിക്ക് പറയാൻ പറ്റും, താൻ രേവതിയോട് പോലും ആ ഒരു രഹസ്യം പറഞ്ഞിട്ടില്ല എന്ന് സച്ചി പറയുന്ന നേരത്ത്, എന്തായാലും ആ ഒരു രഹസ്യം ഞാൻ അറിയും സച്ചി, ഞാൻ കണ്ടുപിടിക്കുക തന്നെ ചെയ്യുമെന്ന് നീലിമ പറയാട്ട്. ഇതേ സമയം തന്നെ രേവതിയുടെ അടുത്തേക്ക് ചെന്നതിന് ശേഷം എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയണം. അതിന് ശേഷം ഇങ്ങനെ സച്ചി പോകാൻ നേരത്ത് ഇങ്ങനെ മരുന്നിന്റെ കാര്യങ്ങളെല്ലാം തന്നെ രേവതിയുടെ കാര്യങ്ങളെല്ലാം കൃത്യമായി തന്നെ ചെയ്യണമെന്നാണ് പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും രേവതിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അതിനുശേഷം രവി ചോദിക്കുന്നുണ്ട്, അമ്മയെ വിളിച്ചിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഉവ്വ എന്ന് രേവതി മറുപടി പറയുന്നുണ്ട്. അച്ഛമ്മയെ വിളിച്ചോ എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞില്ല, ഇനി അച്ഛമ്മയ്ക്ക് ടെൻഷൻ അടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞില്ല എന്ന് പറയുകയാണ്. വേഗം തന്നെ രവി പറയുന്നത്, എന്നൊരു കാര്യം ഞാനിപ്പോൾ തന്നെ അമ്മയെ വിളിച്ചിട്ട് ഈ ഒരു വിവരം പറയാമെന്നും പറഞ്ഞുകൊണ്ട് നേരെ കലാവതി അമ്മേനെ വിളിച്ചതിന് ശേഷം രേവതിക്ക് സുഖമില്ല എന്ന് അറിയുമ്പോഴത്തേക്കും കലാവതി അമ്മയ്ക്ക് സങ്കടവും ദേഷ്യമൊക്കെ വരാണ്ട്, ദേഷ്യം വരുന്ന മറ്റൊന്നും കൊണ്ടല്ല, ആക്സിഡന്റ് നടന്ന് 2 ദിവസമായിട്ട് തന്നോട് ഒരു വാക്ക് പോലും ആരും പറഞ്ഞില്ലല്ലോ എന്നുള്ളൊരു ദേഷ്യം, ഒരു പരിഭവം പിണക്കൊക്കെയാണ് അവിടെ കാണിക്കുന്നത്.
അതിനുശേഷം പറയുന്നുണ്ട് ഇവിടെ ഒരുപാട് പണികളും ജോലികളൊക്കെ ബാക്കിയുണ്ട്. എന്നിരുന്നാലും എൻ്റെ രേവതി മോള് സുഖമില്ലാതെ കിടക്കുമ്പോൾ തനിക്ക് എന്നെ കൊണ്ട് അവിടെ നിൽക്കാൻ സാധിക്കില്ല, അവർക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോടാ ചോദിക്കുമ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല അമ്മ, ചെറുതായിട്ട് കാലിൻ്റെ എല്ലിന് പൊട്ടലുള്ളൂ, അതുകൊണ്ട് തന്നെ 6 ആഴ്ച റെസ്റ്റാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്, അമ്മ പേടിക്കൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും താൻ എത്രയും വേഗം തന്നെ വരാൻ പോവുകയാണ്, എനിക്ക് ഇവിടെ നിന്നിട്ടൊരു സമാധാനവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കലാവതി അമ്മ കോള് കട്ട് ചെയ്യുകയാണ്. അതിനുശേഷം ദേവി പറയുന്നുണ്ട് എൻ്റെ അമ്മ ഇതുവരെ ചന്ദ്രയ്ക്ക് പോലും മനസ്സിലാക്കിയിട്ടില്ല, ഒരുപാട് സ്നേഹമുള്ളതാണ് എൻ്റെ അമ്മ, സ്നേഹിച്ചു കഴിഞ്ഞാൽ തിരിച്ച് ചങ്ക് വരെ പറിച്ചു കൊടുക്കും എന്നൊക്കെ ഇങ്ങനെ ദേവി പറയുന്ന സമയത്ത് എനിക്ക് നന്നായിട്ട് അറിയാം അച്ഛമ്മയെ പോലെ സ്നേഹിക്കുന്ന ആരുമില്ല. അമ്മ ഇടയ്ക്കൊക്കെ അമ്മ എന്നെ വഴക്ക് പറയുന്ന സമയത്ത് എന്നെ ഫുൾ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിരുന്ന അച്ഛമ്മയാണ്. അച്ഛമ്മ വരുമ്പോൾ മാത്രമാണ് അമ്മയ്ക്ക് എന്നോട് കുറച്ചെങ്കിലും സ്നേഹത്തോടു കൂടി പെരുമാറാൻ അറിയാവുള്ളൂ എന്നൊക്കെ ദേവതി പറയുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് നീലിമ രജിസ്ട്രേഷൻ വേണ്ടിയിട്ടാണ് നാട്ടിലെത്തിയത്. അതിന് വേണ്ടിയിട്ട് വക്കീലിൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് വക്കീൽ പറയുന്നത് രജിസ്ട്രേഷൻ ക്യാൻസൽ ആയി എന്നറിയപ്പോൾ നീലിമയ്ക്ക് അത് ഷോക്കാണ്. നീലിമ എന്ന് പറയുന്നത് അത് എന്ത് പരിപാടി അവർ കാണിച്ചതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും രജിസ്ട്രേഷൻ ഡേറ്റ് 2 ദിവസം മുന്നേ ആണ്, ആ ഡേറ്റ് കഴിഞ്ഞുകൊണ്ട് നമുക്കൊന്നും തന്നെ പറയാൻ പറ്റുകയില്ല എന്ന് വക്കീൽ പറയുന്ന നേരത്ത് അത് അവർ പറഞ്ഞിട്ടില്ല, അവരല്ലേ പറഞ്ഞ രജിസ്ട്രേഷൻ കഴിഞ്ഞ് 2-3 ദിവസം വൈകിയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണല്ലോ താൻ വൈകിയത്, അതല്ല അവർക്ക് നിർബന്ധമായിരുന്നു താൻ മുന്നേ തന്നെ വന്നേനെ എന്നൊക്കെ നീലിമ പറയുന്നുണ്ടെങ്കിലും വക്കീൽ പറയുന്നുണ്ട് ഇതിനിപ്പോൾ നമുക്കൊന്നും തന്നെ ചെയ്യാനില്ല, ഡേറ്റ് കഴിഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് കോടതിയിലും പോകാൻ സാധിക്കുകയില്ല എന്ന് പറയാൻ കേട്ടോ. അതുകൊണ്ട് തന്നെ നീലിമ വളരെയധികം ദേഷ്യത്തിലും ടെൻഷനിലൊക്കെ നിൽക്കുകയാണ് കേട്ടോ. ഇതേ സമയം തന്നെ സച്ചി പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി കൊടുക്കാൻ ചെല്ലുകയാണ്. പരാതി കൊടുക്കാൻ ചെല്ലുന്ന സമയത്ത് അവിടുത്തെ കോൺസ്റ്റബിൾ പറയുന്നുണ്ട് എസ് ഐ സാറിനോടും ചോദിച്ചിട്ട് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം എസ് ഐയുടെ അടുത്തേക്ക് ചെന്നതിന് ശേഷം സച്ചി എന്ന് പറഞ്ഞ ഒരാൾ കാണാൻ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും പറയാനായിട്ട് എസ് ഐ പറയാട്ടെ. അങ്ങനെ സച്ചി എസ് ഐയുടെ അടുത്ത് ചെന്നതിന് ശേഷം ഇങ്ങനെ തൻ്റെ ഭാര്യയെ വണ്ടി ഇടിച്ചതിന് ശേഷം അവർ നിർത്താതെ പോയി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്നാ ആക്സിഡന്റ് സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ്. ഇന്നലെയാണ് ആക്സിഡന്റ് നടന്നത് എന്ന് പറയുന്ന സമയത്ത് പിന്നെന്താ ഇത്ര ലേറ്റായി എന്ന് ചോദിക്കുന്നുണ്ട്. സാർ ഇന്നലെ ആക്സിഡന്റ് നടന്ന് വീട്ടിലേക്ക് എത്തിയതേ ഉള്ളൂ, അതുമാത്രമല്ല അവർക്ക് നടക്കാനും സാധിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് രാവിലെ തന്നെ എത്തിയെന്ന് സച്ചി മറുപടി പറയുമ്പോഴത്തേക്കും ഒരു ആക്സിഡന്റ് നടന്നു എന്നുള്ള രീതിക്ക് ആരും തന്നെ കംപ്ലൈന്റ് ചെയ്തു, മാത്രമല്ല ആശുപത്രിയിൽ പോയെങ്കിൽ ആശുപത്രിക്കാരും കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടില്ലല്ലോ എന്ന് പോലീസുകാരും പറയുന്ന സമയത്ത് സച്ചി ആകെ അതിശയിച്ച് നിൽക്കാണ്ട്. ആ ഒരു ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.